ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ. ബിസിനസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ അധ്യായമായിരുന്നു തുടങ്ങിയിരുന്നത്, കൺട്രോളിംഗ് എന്ന് പറയുന്ന അധ്യായം. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കൺട്രോളിംഗ് എന്നും കൺട്രോളിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന്. കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ്, അല്ലെങ്കിൽ കൺട്രോളിംഗ് പ്രോസസ്സ് എന്നാണ് അതിനെ പറയുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ, കൺട്രോളിങ്ങിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലാണ് ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ വരുന്നത്. അത് ഒന്നാമത്തേത് ട്രഡീഷണൽ ടെക്നിക്സ് ആണ്, രണ്ടാമത്തേത് മോഡേൺ ടെക്നിക്സ് ആണ്. ഒന്ന് ട്രഡീഷണൽ ടെക്നിക്സും രണ്ട് മോഡേൺ ടെക്നിക്സും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ ടെക്നിക്സിനെ കുറിച്ചാണ്. ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഉപയോഗിച്ചു വരുന്നതും അധികം ചെലവില്ലാത്തതുമായ സർവ്വസാധാരണയായി ഉപയോഗിച്ചു വരുന്ന ടെക്നിക്കുകളാണ് ട്രഡീഷണൽ ടെക്നിക്സ്. ട്രഡീഷണൽ ടെക്നിക്സിൽ ആദ്യം പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻ ആണ്. പേഴ്സണൽ ഒബ്സർവേഷൻ. പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ തൻ്റെ സബോർഡിനേറ്റിനെ ഒബ്സർവ് ചെയ്യുന്നു. ഉദാഹരണം, ഞാനൊരു ജോലിക്കാരനാണ് ഒരു സ്ഥാപനത്തിൽ. ജോലി ചെയ്യുമ്പോൾ എൻ്റെ സുപ്പീരിയർ എന്നെ എന്ത് ചെയ്യുന്നു? വാച്ച് ചെയ്യുന്നു. നമ്മുടെ മുകളിൽ ഒരാൾ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് പ്രഷർ, സൈക്കോളജിക്കൽ പ്രഷർ. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു മാനസികമായ ഒരു സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യും. നമ്മളെ ആരും നോക്കാനില്ലാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ഒരാൾ നമ്മുടെ മുകളിൽ നമ്മളെ വാച്ച് ചെയ്യാനുണ്ടെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല പെർഫോമൻസ് പുറത്തെടുക്കും. സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്, കാര്യമായ ചെലവുകളൊന്നും ഇല്ലാത്ത ഒരു ടെക്നിക്കാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. രണ്ടാമത്തെ ട്രഡീഷണൽ ടെക്നിക്ക് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സങ്കേതങ്ങളും നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ എക്കണോമിക്സിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചപ്പോൾ അതിൽ ചിലതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? ആവറേജസിനെ കുറിച്ച് പഠിച്ചു, കോറിലേഷൻ പഠിച്ചു, റിഗ്രഷൻ പഠിച്ചു. ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? മാനേജ്മെന്റ് ഉപയോഗിക്കാറുണ്ട്. റേഷ്യോസ് ആവാം, ആവറേജസ് ആവാം, ഈ പറയുന്ന കോറിലേഷൻ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന പലതരത്തിലുള്ള ടെക്നിക്കുകളാണ്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സും എന്തിനുപയോഗിക്കാം? കൺട്രോളിങ്ങിനായിട്ട് പല ബിസിനസ് സ്ഥാപനങ്ങളും ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്തെ ട്രഡീഷണൽ ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ടു അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. മൂന്ന് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുവാനായി മാനേജേഴ്സ് ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ടു അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ത്രീ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. ഞാനിപ്പോൾ പറഞ്ഞത് അതിൻ്റെ തിയറിയാണ്. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയും. ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ മാനേജേഴ്സ് ചെയ്യുന്നത്, പ്രധാനമായും അവർ ചെയ്യുന്നത് ഒരു പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ പോയിന്റിനെ പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ്, BEP എന്നാണ് അതിനെ പറയുക. ബ്രേക്ക് ഈവൻ അനാലിസിസിലൂടെ മാനേജേഴ്സ് ആദ്യം ചെയ്യുന്നത് എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ലാഭവും നഷ്ടവും ഇല്ലാത്ത പോയിന്റ്. അതായത്
ഒരു പർട്ടിക്കുലർ വോളിയം ഓഫ് സെയിൽസ് നടക്കുന്നു, 100 യൂണിറ്റ് സെയിൽസ് നടക്കുന്നു എന്ന് വിചാരിക്കുക. 100 യൂണിറ്റ്സ് സെയിൽസ് നടക്കുന്നു. അങ്ങനെ 100 യൂണിറ്റ്സ് വിറ്റപ്പോൾ എനിക്ക് 1000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. റവന്യൂ എന്ന് പറയുന്നത് 1000 രൂപയാണ്. എനിക്ക് ആ 100 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് 1000 രൂപ ചെലവായി എന്നും വിചാരിക്കുക. കോസ്റ്റ് എന്ന് പറയുന്നതും 1000 ആണ്. റവന്യൂ 1000, കോസ്റ്റ് 1000. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 1000 രൂപ ചെലവായി, പ്രൊഡക്റ്റ് വിറ്റപ്പോഴും 1000 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അവിടെ എന്താണ്? ലാഭവുമില്ല, നഷ്ടവുമില്ല. ദാറ്റ് ലെവൽ ഓഫ് സെയിൽസ് ഈസ് കോൾഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ലാഭവും നഷ്ടവും ഇല്ലാത്ത ആ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 100 യൂണിറ്റ് വിറ്റു, 1000 രൂപ കിട്ടി, അതുണ്ടാക്കാൻ 1000 രൂപ ചെലവായി. 1000 ഈസ് ഈക്വൽ ടു 1000. കൂടുതലുമില്ല, കുറവുമില്ല, ലാഭവുമില്ല, നഷ്ടവുമില്ല. അപ്പോൾ ബ്രേക്ക് ഈവൻ അനാലിസിസിലൂടെ മാനേജേഴ്സ് കണ്ടുപിടിക്കുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിച്ചാൽ മാത്രമാണ് മാനേജേഴ്സിന് കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാൾ മുകളിൽ സെയിൽസ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ബ്രേക്ക് ഈവൻ പോയിന്റിന് മുകളിൽ പോയാലാണ് ലാഭം ഉണ്ടാവുക. ബ്രേക്ക് ഈവൻ പോയിന്റിന് താഴെ പോയാൽ നഷ്ടമാണ്. അപ്പോൾ കൺട്രോളിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ആ ബ്രേക്ക് ഈവൻ അനാലിസിസിലൂടെ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്തുകയും ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാൾ മുകളിലേക്ക് സെയിൽസ് കൂട്ടുവാനായിട്ട് മാനേജേഴ്സ് എന്ത് ചെയ്യണം? എഫേർട്ട് എടുക്കണം. ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്നിട്ട് കാര്യമില്ല, അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ബ്രേക്ക് ഈവൻ പോയിന്റിൽ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ബ്രേക്ക് ഈവൻ പോയിന്റിന് മുകളിൽ പോയാലാണ് ലാഭമുണ്ടാവുക. ശരി, ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുന്ന ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. പിന്നീട് ആ പ്രൊഡക്റ്റിന്റെ വേരിയബിൾ കോസ്റ്റ് തരുന്നു 2 രൂപ. എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് കോസ്റ്റും കൂടുന്നു. ഉദാഹരണം, 100 യൂണിറ്റ് ഉണ്ടാക്കാൻ 1000 രൂപ ചെലവായി. 110 യൂണിറ്റ് ഉണ്ടാക്കാൻ 1000 രൂപ തന്നെയാണോ? അല്ല. കൂടുതൽ റോ മെറ്റീരിയൽ വേണ്ടി വരും. അപ്പോൾ 1000 രൂപ എന്നുള്ളത് ചിലപ്പോൾ 1500 ആവും. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ കൂടുതൽ റോ മെറ്റീരിയൽ വേണം. പ്രൊഡക്ഷൻ കൂടുമ്പോൾ റോ മെറ്റീരിയൽ കൂടുന്നു, റോ മെറ്റീരിയൽ കൂടുമ്പോൾ കോസ്റ്റും കൂടുന്നു. ഇത്തരം കോസ്റ്റുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ കൂടുന്നു, കോസ്റ്റ് കൂടുന്നു. ഫോർ എക്സാമ്പിൾ, റോ മെറ്റീരിയലിന്റെ കോസ്റ്റ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് 10 രൂപയാണ്, അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 2 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത് 10 - 2 8 ആയിരിക്കും. 10 രൂപയാണ് അതിൻ്റെ വിൽക്കുന്ന വില, 2 രൂപയാണ് അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് എങ്കിൽ അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും 8 രൂപ. 10 - 2 8. അതിനുശേഷം ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ആ കോസ്റ്റിൽ മാറ്റം വരില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫാക്ടറിയുടെ റെന്റ്, പ്രൊഡക്ഷൻ നടന്നാലും റെന്റ് കൊടുക്കണം, പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിലും റെന്റ് കൊടുക്കണം, കുറച്ച് പ്രൊഡക്ഷൻ നടത്താലും റെന്റ് കൊടുക്കണം, കൂടുതൽ പ്രൊഡക്ഷൻ നടന്നാലും റെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടുത്തെ വിഷയമേ അല്ല. അങ്ങനെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റെന്റ്, ബിൽഡിങ്ങിന്റെ റെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. സാലറി ഓഫ് എംപ്ലോയീസ്, അപ്പോൾ ഓരോ മാസവും വരുന്ന സാലറി ഫിക്സഡ് ആയിട്ട് തന്നെയാണ് മിക്കവാറും നിൽക്കുക. അപ്പോൾ ഇവിടെ റെന്റ് ഒരു 4000 രൂപ, സാലറി 800 രൂപ, അല്ലെങ്കിൽ റെന്റ് 800, സാലറി 4000. അങ്ങനെ 4800 രൂപയാണ് അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് എന്നും സങ്കല്പിക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സെല്ലിംഗ് പ്രൈസ് 10 രൂപ, വേരിയബിൾ കോസ്റ്റ് 2 രൂപ, അതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു 8 രൂപ, 10 - 2. ദെൻ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 4800 രൂപയാണ്. ഇതിൽ നിന്നും ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം.
ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞു. എത്രയാണ്? 4800 രൂപയാണ്. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ 8 രൂപയാണ്. 4800 ഡിവൈഡഡ് ബൈ 8 സമം 600. 600 യൂണിറ്റുകളാണ് ആ സ്ഥാപനത്തിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് 600 രൂപ വിറ്റാൽ, 600 യൂണിറ്റുകൾ വിറ്റാൽ അത് ബ്രേക്ക് ഈവൻ പോയിന്റ്. അവിടെ ലാഭവുമില്ല നഷ്ടവുമില്ല. അതാണ് അതിന്റെ അർത്ഥം. 600 യൂണിറ്റ് വിറ്റാൽ അവിടെ ലാഭവുമില്ല നഷ്ടവുമില്ല. അപ്പൊ മാനേജർ എന്തിനു വേണ്ടിയിട്ടുള്ള എഫർട്ട് എടുക്കണം? 600-നേക്കാൾ കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുക. 600 വിറ്റിട്ട് കാര്യമില്ല, ലാഭവും നഷ്ടവും ഇല്ലല്ലോ. അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. 601 യൂണിറ്റ് വിറ്റാൽ അവിടെ ലാഭമുണ്ട്. അത് എത്രയോ കൂട്ടാൻ പറ്റുമോ അത്രയും മാനേജേഴ്സ് എഫേർട്ട് എടുക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ ആണ്. സെയിലിലൂടെ കിട്ടുന്ന വരുമാനവും അതിനുവേണ്ടി ചെലവായതും തമ്മിൽ ഈക്വൽ ആവുക എന്നാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 600 യൂണിറ്റ് ആണ് അല്ലേ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. 600 × 10 6000 രൂപയാണ് നമ്മൾ സെയിൽസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. 6000 രൂപയാണ് അവിടുത്തെ റവന്യൂ. കോസ്റ്റ് എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2 രൂപയാണെന്ന് പറഞ്ഞു അല്ലെ? ഒരു യൂണിറ്റിന് 2 രൂപയാണ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ എത്ര യൂണിറ്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്? 600 യൂണിറ്റ് ആണ്. അപ്പൊ 600 × 2 1200 രൂപയാണ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് 4800. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 4800 + 1200 6000. അപ്പോൾ സെയിൽസിലൂടെ 6000 രൂപ കിട്ടി. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിളും ഫിക്സഡും കൂടി കൂട്ടുമ്പോൾ 6000. അപ്പോൾ 6000 ഈസ് ഈക്വൽ ടു 6000. ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. ലാഭവുമില്ല നഷ്ടവുമില്ല. ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. നമ്മൾ പറഞ്ഞു വന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസിലൂടെ മാനേജേഴ്സ് എന്താണ് ശ്രമിക്കുന്നത്? അവർ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുകയും ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാൾ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. സെയിൽസ് ഇല്ലെങ്കിൽ അത് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കും. അതാണല്ലോ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ശരി, അവസാനത്തെ ട്രഡീഷണൽ ടെക്നിക്കാണ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് നടത്തുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയായിരിക്കും? ബഡ്ജറ്റിന്റെ സഹായത്തോടു കൂടി ആയിരിക്കും. എന്താണ് ബഡ്ജറ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ പ്ലാനിങ്ങിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്. ഭാവിയിൽ വരാനുള്ള വരവുകളും ചെലവുകളും നമ്മൾ ഇപ്പോഴേ മുൻകൂട്ടി തയ്യാറാക്കി പ്രവചിക്കുന്നതിനാണ് ബഡ്ജറ്റ് എന്ന് പറയുക. അടുത്ത വർഷം നമുക്ക് കിട്ടാനുള്ള തുകകളും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കോസ്റ്റുകൾ എത്രയാണ്, എക്സ്പെൻസുകൾ എത്രയാണെന്ന് നമ്മൾ ഇപ്പോഴേ മുൻകൂർ പ്രവചിച്ച് അത് തയ്യാറാക്കി വെക്കുന്നു. അതിനെയാണല്ലോ നമ്മൾ സിമ്പിളായിട്ട് എന്ത് പറയുക? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആക്ച്വൽ പെർഫോമൻസ് കഴിയുമ്പോൾ അതിനെ ബഡ്ജറ്റുമായി കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നു. ഇതിനെയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ട്രഡീഷണൽ ടെക്നിക്സിൽ വരുന്നത്. ഏതൊക്കെയാണ്? 1 പേഴ്സണൽ ഒബ്സർവേഷൻ, 2 സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, 3 ബ്രേക്ക് ഈവൻ അനാലിസിസ്, 4 ബഡ്ജറ്ററി കൺട്രോൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. അത് കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സ് വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ടെക്നിക്സിനെ പറ്റി ചർച്ച ചെയ്യും. കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുക. See you next time. Thank you.